ആ കുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളൊരു പരാതിയാണ് കുട്ടി കൊടുത്തിരുന്നതെന്ന് പറയുന്നു. സാറിന്റെ ഫാമിലിയോടും മകളോടും ഭാര്യയോടും മാപ്പ് ചോദിക്കുകയാണ്. ഇതൊരു വ്യാജ പരാതിയായിരുന്നുവെന്നും തന്നെ കൊണ്ട് ചിലർ ഇത് ചെയ്യിപ്പിച്ചതായിരുന്നുവെന്നും ഒക്കെ കോടതിയിൽ പറഞ്ഞു. പിന്നീട് അത് ഇവിടെ തൊട്ടടുത്തുള്ള പള്ളിയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വ്യാജ പരാതിയെപ്പറ്റി വിശദീകരിക്കുകയും ചെയ്തു. എനിക്ക് 2 കൊച്ചു കുട്ടികളായിരുന്നു. അവരെയും കൊണ്ട് ഞാനൊരു ചെറിയ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കേസ് നമ്മുടെ തലയിലേക്ക് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിന് മാനസികമായിട്ട് ഒത്തിരി അങ്ങ് തളർന്നു പോയി. കാരണം ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ഒരുപാട് അനുഭവിച്ചു. ജനങ്ങൾ മുഴുവൻ അതങ്ങ് വിശ്വസിക്കുകയും ചെയ്തു. ആരും എന്നോട് സംസാരിക്കുന്നില്ല, മിണ്ടുന്നില്ല, എല്ലാവരും എന്നെ വെറുത്തു. ജീവിതം തന്നെ അവസാനിപ്പിക്കണം, ആത്മഹത്യ ചെയ്യണം എന്നുള്ള ഇതിൽ തന്നെ എത്തിയായിരുന്നു. നമസ്കാരം. അധ്യാപകനെതിരെ പീഡന പരാതി നൽകിയ വിദ്യാർത്ഥിനി അത് വ്യാജമാണെന്ന് 7 വർഷത്തിന് ശേഷം കോടതിയിൽ അറിയിച്ചിരിക്കുകയാണ്. കോട്ടയം കുറുപ്പന്തറയിൽ പാരാമെഡിക്കൽ സെൻറ്റർ നടത്തിക്കൊണ്ടിരുന്ന ആയാങ്കുടി സ്വദേശിയായിട്ടുള്ള CD ജോമോനെയാണ് കോടതി വെറുതെ വിട്ടത്. വിദ്യാർത്ഥിനിയെ 2017 പീഡിപ്പിച്ചു എന്ന ഒരു പരാതി കടുത്തുരുത്തി പോലീസിൽ കിട്ടിയിരുന്നു. തുടർന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. നിയമ പോരാട്ടം നടത്തുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ദുരിത ജീവിതം അറിഞ്ഞ ഈ പെൺകുട്ടി പിന്നീട് ജോമോനെ വന്ന് കാണുകയും കോടതിയിൽ വന്ന് താൻ നൽകിയ പരാതി വ്യാജമാണെന്ന് പറയുകയുമായിരുന്നു. ഏതായാലും ജോമോൻ നമ്മോടൊപ്പം ചേരുകയാണ്. നിരപരാധിയാണ് എന്ന് കോടതിയിൽ തെളിഞ്ഞിരിക്കുകയാണ്. അന്ന് അനുഭവിച്ച യാതനകളൊക്കെ എന്തൊക്കെയായിരുന്നു? യാതനകൾ തീർച്ചയായിട്ടും ആ ഒരു കേസ് വന്നതോടുകൂടി ബന്ധുക്കൾ, കൂട്ടുകാർ, സമൂഹത്തിലെല്ലാവരും തന്നെ നമ്മളെ വെറുത്തു. അങ്ങനെ നമ്മൾ ഒരുപാട് വിഷമിച്ചു. കാരണം എനിക്ക് 2 കൊച്ചു കുട്ടികളായിരുന്നു. അവരെയും കൊണ്ട് ഞാനൊരു ചെറിയ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കേസ് നമ്മുടെ തലയിലേക്ക് വരുന്നത്. ശരിക്കും നമ്മളതിൽ നിരപരാധിയായിരുന്നു. ആ കേസ് വന്നപ്പോൾ തന്നെ ഞാൻ മാനസികമായിട്ട് ഒത്തിരി വിഷമിച്ചു. എന്നെ ഇവിടുന്ന് ഒരു ദിവസം രാത്രിയിൽ വന്ന് പോലീസ് വിളിച്ചുകൊണ്ട് പോവുകയും എന്നെ ഇതിലെ വഴിയെ നടത്തിക്കൊണ്ട് പോയി 1 കിലോമീറ്ററോളം എന്നെ വഴിയെ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോവുകയായിരുന്നു. അതിനുശേഷമാണ് അവരെന്നെ വണ്ടിയിൽ കയറ്റിയത്. അന്ന് വൈകിട്ട് അവർ പോലീസ് സ്റ്റേഷനിൽ എന്നെ കൊണ്ടുപോവുകയും വീണ്ടും രാത്രി ആയപ്പോൾ അവർ ആ കൊച്ചിൻ്റെ മൊഴിയെടുത്തതിന് ശേഷം എന്നെ തിരിച്ചു വിടുകയും ചെയ്തു. പിന്നീട് 3 ദിവസത്തിന് ശേഷമാണ് അവരെന്നെ വീണ്ടും വിളിക്കുന്നു. പരാതി ആ കുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളൊരു പരാതിയാണ് കുട്ടി കൊടുത്തിരുന്നതെന്ന് പറയുന്നു. പക്ഷേ ആ പരാതിയൊന്നും അന്ന് എന്നെ വായിച്ച് കേൾപ്പിക്കുന്നൊന്നുമില്ല. അന്ന് വൈകിട്ട് എന്നെ തിരിച്ചു വിട്ടതിന് ശേഷം 3 ദിവസത്തിന് ശേഷം വീണ്ടും എനിക്ക് ഫോൺ വരുന്നുണ്ട്. ഇവിടം വരെ ഒന്ന് വരുമോ, സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനാണെന്ന് പറയുന്നു. പിന്നീട് എന്നെ ഇങ്ങോട്ട് വിട്ടിട്ടില്ല. എൻ്റെ ഫോണെല്ലാം മേടിച്ചെടുത്തു. പിന്നീട് 2 ദിവസത്തിന് ശേഷമാണ് ആ കുട്ടി പീഡന പരാതി തന്നെ കൊടുക്കുന്നത്. അതിനു മുമ്പേ എന്നെ ഓൾറെഡി അവിടെ കൊണ്ട് നിർത്തിയിരുന്നു. പിന്നീട് അങ്ങനെ ഞാൻ അവിടെ നിന്ന് വിഷമിച്ച് പിന്നീട് 2-3 ദിവസത്തിന് ശേഷം ഒരു തിങ്കളാഴ്ച ദിവസം എന്നെ കോടതിയിലേക്ക് റിമാൻഡ് ചെയ്യുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിന് മാനസികമായിട്ട് ഒത്തിരി അങ്ങ് തളർന്നു പോയി. കാരണം ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ഒരുപാട് അനുഭവിച്ചു. എല്ലാ ദിവസവും പത്രത്തിൽ ഇങ്ങനെ ന്യൂസുകൾ വരുന്നു. അതുപോലെ ഫേസ്ബുക്കിൽ ഞാൻ കുറവലങ്ങാട് പള്ളിയുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അതെടുത്ത് ഫേസ്ബുക്കിലൊക്കെ ഇഷ്ടംപോലെ ഇതിങ്ങനെ എഴുതി വിട്ടിരുന്നു. കാരണം അങ്ങനെ ജനങ്ങൾ മുഴുവൻ അതങ്ങ് വിശ്വസിക്കുകയും ചെയ്തു. നിരപരാധിത്വം ഞാൻ ആരോട് പറയാൻ? ഞാൻ അവിടെ നിന്ന് ജയിലിൽ 1 മാസത്തോളം ജയിലിലായിരുന്നു. അവിടെ കിടന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെയൊക്കെ ഫലമായിട്ട് 1 മാസത്തിന് ശേഷം എനിക്ക് അവിടുന്ന് കോടതി ജാമ്യം അനുവദിക്കുകയും ഞാൻ വരികയും ചെയ്തു. വന്നപ്പോൾ എൻ്റെ എല്ലാ സാമ്പത്തിക മേഖലകളും തടസ്സന്നുപോയി. പിന്നീട് ഞാനിതിൽ വളരെ വിഷമിച്ച് ബുദ്ധിമുട്ടി. ആരും എന്നോട് സംസാരിക്കുന്നില്ല, മിണ്ടുന്നില്ല, എല്ലാവരും എന്നെ വെറുത്തു. എന്നെ ഒരുമാതിരി എല്ലാത്തിൽ നിന്നും ആൾക്കാർ അകറ്റി നിർത്തുന്നു, വല്ലാത്തൊരു രീതിയിൽ നോക്കുന്നു. ശരിക്കും ഞാനിവിടെ എത്തി ജീവിതം തന്നെ അവസാനിപ്പിക്കണം, ആത്മഹത്യ ചെയ്യണം എന്നുള്ള ഇതിൽ തന്നെ എത്തിയായിരുന്നു. പിന്നെയും നമ്മൾ ചിന്തിച്ചു, നമ്മളങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾ വിചാരിക്കും തെറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതാണെന്ന്. പിന്നെ ഞാൻ എൻ്റെ മാനസിക ഇതുകൊണ്ട് പ്രാർത്ഥന കൊണ്ട് ഞാൻ പിടിച്ചു നിന്നു. ഈ പ്രശ്നങ്ങളൊക്കെ വളരെ ഇതെല്ലാം രൂക്ഷമായിട്ടും എന്നെ വിശ്വസിച്ച് എന്നോടൊപ്പം എൻ്റെ വൈഫുണ്ടായിരുന്നു. കാരണം പുള്ളിക്കാരത്തി ഇതെല്ലാം സഹിച്ചു. ഇത്രയും വിഷമങ്ങളും നാട്ടുകാർ പോലും ഞങ്ങളെ മുഖത്ത് നോക്കുന്നുമില്ല, സംസാരിക്കുന്നുമില്ല. അതെല്ലാ ഇതിലും എനിക്ക് ഏറ്റവും ശക്തി നൽകിയത് എൻ്റെ വൈഫാണ്. എൻ്റെ വൈഫ് എന്നോട് കൂടി നിന്നാണ് എനിക്കിന്നും ഇവിടെ ജീവിക്കാനായിട്ട് അവസരം കിട്ടിയത്. അല്ലേ പണ്ടേ ഞാൻ തീർന്നു പോയേനെ, ആത്മഹത്യ ചെയ്തു പോയേനെ. പിന്നീട് അവസാനം ഇങ്ങനെ കേസ് 2015 തുടങ്ങിയ കേസ് ഈ കഴിഞ്ഞ ജനുവരി മാസം വരെയും ഈ കേസ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. ഓരോ ദിവസം വിളിക്കുമ്പോഴും ഞാൻ കോടതിയിൽ പൈസ പോലും ഇല്ല, അത് കോടതിയിൽ ഞാൻ ഹാജരാകുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു വിടുന്നു. അങ്ങനെ ഒത്തിരി വിഷമിച്ചിരിക്കുകയാണ്. ആ പെൺകുട്ടിയുടെ കൂട്ടുകാരികൾ ഗ്രൂപ്പിൽ ആ കുട്ടിയായിട്ട് സംസാരിക്കുകയും കുട്ടിയോട് ചോദിച്ച് എന്തിനാണ് നീ സാറിന് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോഴാണ് കുട്ടി പറയണത്, എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു, എന്നെക്കൊണ്ടൊരു വെള്ള പേപ്പറിൽ ഒപ്പിട്ട് മേടിച്ചതുള്ളൂ, ബാക്കി എന്തൊക്കെ എഴുതിയെന്ന് പോലും എനിക്കറിയത്തില്ല എന്ന് കുട്ടി അവരോട് പറയുകയും ചെയ്തു.
പിന്നീട് കുട്ടി പറഞ്ഞു എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സംസാരിക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ല, കാരണം എനിക്ക് വളരെ പേടിയായിരുന്നു. ഞാൻ സംസാരിച്ചില്ല. പിന്നീട് ആ കൂട്ടുകാരോട് പറഞ്ഞു എനിക്ക് ക്ഷമ പറയണം, സാറിൻ്റെ വീട്ടിൽ ചെന്ന് സാറിനോട് ക്ഷമ പറയണമെന്ന് പറഞ്ഞ് ഒത്തിരി തവണ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ എനിക്കത് കേൾക്കാനായിട്ട് താല്പര്യവും ഇല്ല, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, വിഷമമായിരുന്നു. അവസാനം ആ കുട്ടി ഞാൻ കുട്ടിയുടെ കൂട്ടുകാരോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ അടുത്തൊരു പള്ളിയിൽ ഇതുപോലെ ധ്യാനം നടക്കുന്നുണ്ട്, ഞാൻ അവിടെ എന്നും പോയി പ്രാർത്ഥിക്കുന്നതാണ്, കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ്, അവിടെ വന്ന് കൊച്ചി പറയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടിയും ഭർത്താവും കുട്ടികളെയും കൂട്ടി പള്ളിയിൽ വന്നു. ഒരു മാസം മുമ്പ് അവർ ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറയുകയും പരസ്യമായി എന്നോടും വൈഫിനോടും കുഞ്ഞുങ്ങളോടും ക്ഷമ ചോദിക്കുകയും ചെയ്തു. ഒരു പീഡന പരാതിയായിട്ട് പോയി. അത് പക്ഷെ ഞാൻ ആ ജോമനോട് മോനെ നീ പ്രാർത്ഥിക്കും, ദൈവം ഇടപെടും, പിന്നെ ഒരിക്കലും ശിക്ഷിക്കുകയില്ല, ദൈവം വെറുതെ വിടും. ഈ ആളുകളുടെ എല്ലാം മുമ്പിൽ നാണം കെട്ടെങ്കിൽ ദൈവം നിന്നെ ഈ ആളുകളുടെ മുമ്പിൽ ഉയർത്തുന്ന ഒരു ദിവസം ഉണ്ടാകും. നമുക്കുണ്ടാകുന്ന നാണക്കേടുകൾ നമുക്കറിയാം. എത്ര നമ്മുടെ കോടതിയിൽ എഴുതി വെച്ചിരിക്കുന്ന 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത്, അല്ലേ? അപ്പൊ അത് വേണ്ട. നിരപരാധി ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ തിരുത്താനൊന്നും പോയിട്ടില്ല. നമുക്ക് ചിലപ്പോൾ ആരോപണങ്ങൾ കിട്ടും, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ആ സകലം ഈശോയ്ക്ക് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കും. പക്ഷെ ചിലപ്പോൾ എല്ലാവർക്കും അത് പറ്റിയെന്നിരിക്കില്ല. യോമനെ സംബന്ധിച്ച് അത് വളരെ വലിയൊരു ആഘാതമാണ്. അവരുടെ കുടുംബത്തിന്, ആ മകൾക്ക്, മറ്റുള്ളവർക്കെല്ലാം അത് വേദനാജനകമാണ്. പക്ഷേ ദൈവം അത്ഭുതകരമായി ഇടപെട്ട് നീണ്ടുപോകേണ്ട കേസ് നമ്മുടെ സഹോദരിയുടെ സന്മനസ്സും ആ സഹോദരി സത്യം തിരിഞ്ഞാൽ അവൾ തിരിച്ചു വന്നു. കാരണം അറിയാമോ, ഇതൊരു വിചാരണയൊന്നുമല്ല, അങ്ങനെയൊന്നും എടുക്കണ്ട. കാരണം ഇത് മോൾക്ക് ദൈവം തോന്നിക്കുന്നത് പോലെ മോള് വന്നതാണ്, അത്രയും ദൂരത്തുനിന്ന് താണ്ടി. കാരണം അത്രമാത്രം ഇവിടെ കൊണ്ട് പ്രേരിപ്പിച്ച് ചെയ്തായിരിക്കും, ഒരു പ്രേരണാ കുറ്റമായിരിക്കാം. പക്ഷെ അത് നമുക്ക് അറിയാം, അതൊരു സഹോദരിക്ക് അവർക്കും വേദനാജനകമാണ്. അത് അദ്ദേഹത്തിന് അതിനേക്കാൾ വേദനാജനകമായിരുന്നു. എന്നാൽ അത് അവരുടെ വായിൽ നിന്ന് നമുക്ക് കേൾക്കാം. സാറിന്റെ ഫാമിലിയോടും മകളോടും ഭാര്യയോടും മാപ്പ് ചോദിക്കുകയാണ്. ഞാൻ ചെയ്തു പോയൊരു തെറ്റ്, അറിഞ്ഞോ അറിയാതെ പോയൊരു തെറ്റിന് ഞാൻ എല്ലാവരുടെ മുമ്പിൽ വെച്ച് മാപ്പ് ചോദിക്കുകയാണ് ദൈവത്തിന്റെ മുമ്പാകെ. അങ്ങനെ കോടതിയിൽ അപ്പോഴത്തേക്ക് കേസ് കോടതിയിൽ തീർന്നിരുന്നു. കോടതിയിൽ നിന്ന് കേസ് തീർന്നതിൻ്റെ പേപ്പറുകളും എല്ലാം എനിക്ക് കിട്ടിയായിരുന്നു. അത് ഞാനിതുപോലെ പള്ളിയിൽ കാണിച്ചായിരുന്നു. കാരണം പള്ളിയിൽ സാക്ഷ്യം പറയണമെങ്കിൽ അത്ര കൃത്യമായിട്ട് മാത്രമേ സാക്ഷ്യം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ പേപ്പറുകളും എല്ലാം ഞാൻ അന്ന് പള്ളിയിൽ കാണിച്ചിരുന്നു. ഇത് എന്തുകൊണ്ടാണ് താങ്കൾക്കെതിരെ ഇങ്ങനെ ഒരു വ്യാജ പരാതി കൊടുത്തതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ? ശരിക്കും പറഞ്ഞാൽ ഇത് എനിക്കറിയത്തില്ല. കാരണം ഞാൻ ആരെയും അങ്ങനെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. ഞാൻ നിരവധി കുട്ടികളെ പഠിപ്പിച്ച് ജോലിയിലും പ്രാക്ടീസിലും കയറ്റി വിട്ടത് മാത്രമേ ഉള്ളൂ. ശരിക്കും കുട്ടി മറ്റുള്ളവരോട് പറയുന്ന അനുസരിച്ച് കുട്ടിക്ക് ഇത് അറിയത്തില്ലായിരുന്നു, കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെന്നാണ് പറയുന്നത്. കുട്ടീനെ ആദ്യം ഒരു ചെറുക്കൻ്റെ കസ്റ്റഡിയിലായിരുന്നു. അവൻ പിന്നീട് ആ കുട്ടിയെ ഉപേക്ഷിക്കുകയും പിന്നീട് ആ കുട്ടി ഇപ്പം വേറൊരു വിവാഹം കഴിച്ച് ജീവിക്കുകയാണ്. അങ്ങനെ താങ്കളെ കുടുക്കുകയാണ്? അങ്ങനെയാണ് എന്നെ കുടുക്കിയിരുന്നത്. ഈ കേസ് വന്നതിന് ശേഷം താങ്കൾക്കുണ്ടായ നഷ്ടങ്ങളൊക്കെ എന്തൊക്കെ? നഷ്ടങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ പാരാമെഡിക്കൽ സ്കൂൾ തന്നെ നിന്നുപോയി, എൻ്റെ കയ്യിൽ നിന്ന് പോയി. ആ സ്കൂളിൽ നിന്ന് വിടേണ്ടി വന്നു. അതുപോലെ എൻ്റെ ബാക്കി എല്ലാ സാമ്പത്തിക മേഖലകളും എല്ലാം തകർന്നു പോയി. പിന്നീട് ആരും നമുക്കൊരു സപ്പോർട്ടില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നിരുന്നു. കാരണം നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായി. 2-3 വർഷക്കാലം നമ്മളിങ്ങനെ ശരിക്കും കഷ്ടത അനുഭവിച്ചു. പിന്നീട് ഞാൻ കൃഷിയിലേക്കൊക്കെ തിരിഞ്ഞ് അങ്ങനെ ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആരും നമുക്കൊരു സപ്പോർട്ടോ ഒരു സഹായത്തിന് പോലും ഇല്ലാതെ ഒത്തിരി വിഷമിച്ച് ജീവിക്കുകയായിരുന്നു. എന്തായാലും ഒരുപാട് ദുരിതം അനുഭവിക്കേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥാപനം പൂട്ടി, പിന്നീട് അദ്ദേഹത്തിന് ഈ കേസുമൊക്കെ ആയിട്ട് നടക്കാൻ ഒരുപാട് പണമൊക്കെ ചിലവാക്കേണ്ടി വന്നു. ഒടുവിൽ ഈ ദുരിത ജീവിതം അറിഞ്ഞിട്ടാണ് ഈ പെൺകുട്ടി ജോമോനോട് ക്ഷമ ചോദിക്കുന്നതും പിന്നീട് കോടതിയിൽ ഇക്കാര്യം തുറന്നു പറഞ്ഞതും ഇതൊരു വ്യാജ പരാതിയായിരുന്നുവെന്നും തന്നെക്കൊണ്ട് ചിലർ ഇത് ചെയ്യിപ്പിച്ചതായിരുന്നുവെന്നും ഒക്കെ കോടതിയിൽ പറഞ്ഞു. പിന്നീടത് ഇവിടെ തൊട്ടടുത്തുള്ള പള്ളിയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കുട്ടി ആ ഒരു വ്യാജ പരാതിയെപ്പറ്റി വിശദീകരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ജോമോൻ്റെ നിരപരാധിത്വം തെളിഞ്ഞത്. എന്തായാലും ഇതുപോലെ ഒരുപാട് പേർ ഇത്തരം വ്യാജ പരാതികളിൽ കുടുങ്ങി ഇപ്പോഴും ജയിലുകളിലും അല്ലെങ്കിൽ ഇപ്പോഴും കേസുകളും ഒക്കെയായി നടക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ഒരു വിധി വരുന്നത് ഏറെ ആശ്വാസകരമാണ്. ഇനിയും ഇത്തരത്തിൽ വ്യാജ പരാതി ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പാവപ്പെട്ട ആളുകളെ രക്ഷിക്കുവാൻ നിങ്ങളുടെ ഒരു വാക്ക് മതി. കോടതിയിൽ പോയി ഇത്തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കുറ്റവിമുക്തരാക്കും. നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത പ്രായത്തിൽ ചെയ്ത ആ ഒരു തെറ്റ് തിരുത്തുവാൻ കൂടിയുള്ള ഒരു വഴി കൂടി തെളിയുകയും ചെയ്യും. ആർ പിയൂഷ്, മറുനാടൻ TV, കൊച്ചി.